ഹായ്, മൈ നെയിം ഈസ് ദിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എസ്തെറ്റിക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു റൂം മേക്ക് ഓവർ. രണ്ടുപേരും ചോദിച്ചു. ഒരാൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറയുന്നതിന് മുമ്പ് തന്നെ ഒരാളെ ഞാൻ ചോദിച്ചിട്ടുണ്ട് റൂം മേക്ക് ഓവർ ചെയ്യുമോ എന്ന് മാത്രം. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ എന്നോട് ചോദിച്ചു റൂം മേക്ക് ഓവർ ചെയ്യുമെന്ന്. അപ്പോൾ എന്തായാലും ചെയ്യാൻ എനിക്ക് വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചിലർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തായാലും സ്കൂൾ തുറന്നതിലേക്ക് കിട്ടുള്ളൂ ടൈമൊക്കെ. എനിക്ക് ഒരു സൺഡേ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്തെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ ചില ക്രാഫ്റ്റ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിലും എല്ലാ വീഡിയോസിലൊക്കെ ഫസ്റ്റ് തന്നെ തമ്മിലയിൽ കുറച്ച് ക്ലിപ്സ് കാണിക്കുമല്ലോ. അപ്പോൾ ആ ക്ലിപ്സാണ് കാണിക്കുന്ന എങ്ങനെയൊക്കെയാണെന്നും പിന്നെ എന്തൊക്കെയാണെന്നൊക്കെ വേണ്ടതെന്നും ഞാൻ ആ വീഡിയോയിൽ പറയും. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ലോങ്ങായി പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ നോക്കിയതാണ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഫ്ലോപ്പായി. ദെൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാനൊരു ഡെസ്കിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെസ്ക് മേക്ക് ഓവറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ദെൻ അത് ഇത്തിരി നല്ലതൊക്കെ തന്നെയായിരുന്നു, ബട്ട് എനിക്കധികം ഇഷ്ടപ്പെടില്ല. തന്നെ അത് അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തെന്ന് പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ കലണ്ടർ ജസ്റ്റ് ജൂൺ ആക്കി. എനിക്ക് വേറെ കാർഡ്ബോർഡ് വെട്ടിയെടുക്കാനൊന്നും വയ്യായിരുന്നു. ദെൻ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഗൈസ് ഞാൻ ഡെസ്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കൂടെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കലണ്ടർ മാത്രമേ വേറെ ഇതായിട്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ ബോട്ടിലും അവിടെ ഞാൻ ജേണൽ സപ്ലൈസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് എൻ്റെ ബോർഡാണ്. എൻ്റെ റൂം കാണിച്ചിട്ടില്ലല്ലോ ഞാൻ നിങ്ങളെ. അപ്പോൾ എനിക്ക് കാണിക്കണം എന്ന് നല്ലൊരാഗ്രഹമുണ്ടായിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. ഈ വീഡിയോ എടുക്കാൻ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് ഫസ്റ്റൊക്കെ ഡെസ്കിൻ്റെ വീഡിയോ എടുക്കാൻ സഹായിച്ചത് എൻ്റെ ബ്രോയാണ്, എൻ്റെ അനിയനാണ് ഞാൻ സഹായിച്ചത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ടൈം ടേബിളാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റുമായിട്ട്. ഈ ഒരു ഡെസ്ക് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു കലണ്ടറിൻ്റെ സംഭവം. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മെയിൻ്റെ ബാക്കിൽ ഞാൻ ജൂൺ ഒട്ടിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ്റെ ബാക്കിൽ ഞാൻ ജൂൺ ഒട്ടിച്ചു. ദെൻ അത് ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഡെസ്ക് ഓൾറെഡി കണ്ട് നിങ്ങളെ വെറുപ്പിക്കണം എന്ന് വിചാരിച്ചാൽ മാക്സിമം കട്ട് ചെയ്താണ് വീഡിയോ എടുത്തത്, നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ 11 സെക്കൻഡ് അങ്ങനെ എന്തോ ആയി. പിന്നെ 11 മിനിറ്റ് എന്തോ ആയി. അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇങ്ങനെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ യൂട്യൂബിൽ കാണിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തില്ല. പിന്നെ അതും എനിക്കൊരു മൂഡും ഉണ്ടായില്ല. സപ്ലൈസസ് എന്താണെന്ന് കൂടി അറിയാണ്ടാണ് വേറെ എന്തൊക്കെയൊക്കെ ഞാൻ ഉണ്ടാക്കി. പിന്നെ അത് ഞാൻ അപ്ലോഡും ചെയ്തില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ട് എന്ന് ഡെസ്ക് ഇത്രയേ ഉള്ളൂ. ഡെസ്ക് ഞാൻ വേറെ ഒന്നും കാണിച്ചിട്ടില്ല. എനിക്കൊരു ലാമ്പൊക്കെ വെക്കണമെന്നുണ്ട്, ബട്ട് ലാമ്പൊന്നും മേടിച്ച് തരില്ല. അപ്പോൾ ഞാനൊരു ഡൈക്കട്ട് സ്മാർട്ടിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെൻ്റെ ബെഡാണ്, അതുകൊണ്ട് അത് മനസ്സിലാവും. എൻ്റെ ഒരു സ്ലൈഡ് ജനലാണ് ഉള്ള ഒരു സ്ലൈഡ് ജനലുണ്ട് അവിടെ കർട്ടൻ്റെ ബാക്കിൽ. ഞാൻ തുറക്കാറില്ല, അതിന് എൻ്റെ പുറത്തുനിന്ന് അറിയുമ്പോൾ എൻ്റെ കസിൻ്റെ വീടാണ്. കാരണം പിന്നെ അവിടെ ബാക്കിലൊക്കെ നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് തുറക്കാറില്ല, നോക്കാറില്ല. ഈ ബെഡ് അടുപ്പിച്ചിട്ടിരിക്കണ കാരണം എനിക്ക് അങ്ങോട്ട് ചെയ്യാറുമില്ല. ഞാൻ അങ്ങോട്ട് തുറക്കാനും പറ്റില്ല. തുറന്നിട്ടുണ്ടെങ്കിൽ കർട്ടനും അതൊരു പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വിരിക്കണമെന്ന്, ഈ ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് വിരിക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ സ്റ്റെയിൻ ആകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറകളൊക്കെ പറ്റുമല്ലോ. പിന്നെന്തായാലും കറകളും പറ്റും, അഴുക്കും പറ്റും തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ വിരിക്കണമെന്നൊരു ഡൗട്ട് അടിച്ചു. ബട്ട് ഒരു ലൈറ്റ് കളറുമ്പോൾ പെട്ടെന്ന് എടുത്തറിയുമെന്ന് വിചാരിച്ച് ഞാൻ വിരിച്ചതാണ്. ബട്ട് അത് ഇത്രയും എനിക്ക് അധികമൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഒരു പകുതി ഇഷ്ടപ്പെട്ടു. ബെഡിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ബെഡിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കൊരു 80-70 ഒക്കെ പറയാം. ബട്ട് അതേ വെച്ച് നമ്മുടെ ടേബിളിൽ നോക്കുമ്പോൾ ടേബിളും എനിക്കൊരു 50 അല്ലെങ്കിൽ 30 ഒക്കെ പറയാം.
ഞാൻ കിടന്ന് മലന്നിരുന്നൊക്കെയാണ് ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. കാരണം ഞാൻ മാത്രമുള്ളത് ചെയ്യാനായിട്ടത് കൊണ്ട് കണ്ടുകൊണ്ട് എന്നെ കാണുന്നുണ്ടോ, ഞാൻ കിടന്ന് മലന്നൊക്കെയാണ് ചെയ്യുന്നത്. വിധിയാണെന്ന് നോക്കൂ. അതുകൊണ്ടാണ് എന്നെ ഒരു വേറൊരു ഇതിടാവുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് വേറെ ബാക്ക് ടു സ്കൂളിൽ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബട്ട് അതിനി സ്കൂൾ തുറന്നിട്ട് കാര്യമുള്ളല്ലോ. ഇനി ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് തോന്നി. അപ്പോൾ ഈ തലയണ വെച്ചപ്പോൾ ഇത്തിരി എനിക്ക് ഓവറായിട്ട് തോന്നി. ബട്ട് ഞാൻ ആ തലയണ അപ്പം തന്നെ മാറ്റുന്നു. ബട്ട് വീഡിയോയിൽ ഞാൻ തലയണ മാറ്റുന്ന കാണിച്ചില്ല. ഈ ഒരു പപ്പിയുടെ ഞാൻ തന്നെ അവിടെ വെച്ചു. ബട്ട് ഇവിടെ കിടക്കില്ല, അതാണ് വേറെ കാര്യം. എനിക്കിവിടെ കിടക്കാൻ ഭയങ്കര പേടിയാണ്. സത്യത്തിൽ എനിക്ക് ഇവിടെ എൻ്റെ അമ്മയും അച്ഛനും കിടക്കുന്ന റൂമിൽ അമ്മയും അച്ഛനും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇവിടെ കിടക്കുമ്പോൾ അങ്ങനെ അധികം പേടി തോന്നില്ല. അവിടെ അപ്പുറത്ത് മുറി കിടക്കും. പക്ഷേ ഇവിടെ കിടക്കുമ്പോൾ എനിക്കെന്ത് ഭയങ്കരമായിട്ട് പേടി തോന്നും. കാരണം ഇവിടെ ഭയങ്കര ഒതുങ്ങിയിരിക്കുകയാണ്. മൂല ആയിട്ട് അങ്ങനെ ഇരിക്കും. മൂലയായിട്ട് ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ അനിയൻ്റെ ടേബിളെന്ന് പറയും. ഈ ക്രാഫ്റ്റി കോർണർ ഫസ്റ്റ് തൊട്ട് കാണുന്ന ആൾക്കാർക്ക് ഈ ടേബിൾ പരിചയമായിരിക്കും. കാരണം അത് ഫസ്റ്റ് ട്വിസേഴ്സ് മേക്കിംഗ് ഒക്കെ ഞാൻ ഇതായിട്ടിട്ടുണ്ടായിരുന്നത് ഈ ടേബിളിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതെനിക്ക് അവിടെ നിന്ന് മാറ്റാനായിട്ട് ഓപ്ഷനില്ല. കൊണ്ട് നടുക്കാണ് സാധനം ഇട്ടിരിക്കുന്നത്. ഈ ടേബിളും പിന്നെ എൻ്റെ ടേബിളും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അനിയൻ്റെ സാധനങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് അവൻ്റെ സ്റ്റിക്കേഴ്സ്, സ്റ്റിക്കർ 2-3 അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തില്ല, അവൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. പകുതി ഞാൻ അടിച്ച് മാറ്റി. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ അവൻ്റെ സ്പൈഡർമാൻ സ്റ്റിക്കറും പിന്നെ ഒരു സ്റ്റിസേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലാസ്റ്റ് ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഇത് ഇങ്ങനെ ഇരുന്ന സാധനം ഞാൻ എങ്ങനെ ആക്കി മാറ്റി നടന്നത്. കുറച്ച് കോസ്മെറ്റിക്സ് ഒന്നും പറയാൻ പറ്റില്ല. 2-3 എൻ്റെ കയ്യിലുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് അത് ഞാനിവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തോന്നി റെഡിക്ക് ഇതിങ്ങനെ കാണിച്ച് വെച്ചതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനം എന്നാണ് എൻ്റെ അനിയൻ്റെ പേര്. അപ്പോൾ അവൻ്റെ സൈക്കിളിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ജസ്റ്റ് അടിച്ച് മാറ്റി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എൻ്റെ മിറർ പെയിൻറ്റിങ് ഞാൻ ഓൾറെഡി ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല വ്യൂസ് കയറിയിട്ടുണ്ട്. അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് യു. എനിക്ക് യൂട്യൂബിൻ്റെ വകയൊരു ഇത് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് 100 വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. 100 അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ല. സൈഡിൽ വെച്ചിരിക്കുന്ന സ്പ്രേ ബോട്ടിൽ, അപ്പോൾ ആ സൈഡിൽ ഇരിക്കുന്ന ഈ ഒരു സ്പ്രേ ബോട്ടിലുള്ളത് റൈസ് വാട്ടറാണ്. റൈസ് വാട്ടർ 2 ദിവസമൊക്കെ വെച്ചിട്ട് ഫേസിൽ സ്പ്രേ ചെയ്യണം. ബട്ട് സ്പ്രേ ആയിട്ടുള്ള വെള്ളം പോലെ തെറിച്ചാണ് മുഖത്തേക്ക് വരുന്നത്, അല്ലാണ്ട് സ്പ്രേ ആയിട്ടുള്ളത് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രോ, ഇറ്റ്സ് മൈ ബ്രദർ. ഇവൻ്റെ പേരാണ് ധ്യാൻ. ഇവൻ്റെ ടേബിളാണ് ഞാൻ കാണിച്ചത്. ഞാനപ്പോൾ ഇങ്ങനെ മിണ്ടാത്തി നിർത്തിയപ്പോൾ ഇവനെന്തൊരു ഡൗട്ട്, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കിടന്ന പ്രാന്തായോ എന്നൊക്കെ പറഞ്ഞു. ഇനിയൊന്നത് പറയാൻ സമ്മതിക്കാത്തതെന്ന് അവനൊരു ഇത്. അപ്പം എന്തായാലും ഞാൻ അവൻ്റെ ബാക്ക് പാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ബാക്ക് പാക്ക് എല്ലാം കൂടി ചെയ്യുന്നത് ഇവിടെ ഒരു ചവിട്ടിയും കൂടി ഞാൻ ജസ്റ്റ് അലങ്കാരത്തിന് വേണ്ടി വിരിച്ച് കൊടുത്തിട്ടുണ്ട്. സത്യത്തിലുള്ള ചവിട്ടിയുടെ ആവശ്യമൊന്നുമില്ല. എന്തായാലും അമ്മേനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ആ ചവിട്ടി വിരിച്ചതിന്, എന്ത് കാര്യത്തിന് വിരിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അത്രയുള്ള ഈ ബെഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തലയാണ് ഞാൻ അപ്പോൾ തന്നെ അടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രശ്നം, വേറൊന്നുമല്ല. ആകെ ഒരു ചെയറും 2 ടേബിളുമാണ് ഉള്ളത്. ഞാൻ എന്താ ചെയ്യുക? അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പൊക്കത്തേക്ക് ഒന്ന് വിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് എന്തോ ഒരു തുണി വിരിച്ച് കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു 2 സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇത് 2 പേർക്കും കൂടി ഉപയോഗിക്കാം. ഒന്നെങ്കിൽ 2 പേർക്കും കൂടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ ബെഡിലിരുന്ന് വർക്ക് ചെയ്യാം. അപ്പം ഇതിൽ നിങ്ങളൊരു കുട്ടിയുടെ കാല് കണ്ടിട്ടുണ്ടാവും. ദാറ്റ്സ് മൈ ബ്രദേഴ്സ് ലെഗ്. അതെന്ന് വെച്ചാൽ ദാനൂട്ടനാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ ഓടി വന്ന് കിടന്നു ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് കണ്ടത്. ഈ ബെഡ് ഞാൻ എന്തിനാ പിന്നെയും കാണിക്കണമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ബെഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ടേബിൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഈ ഒരു എൻ്റെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ആ സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അധികമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വരച്ച പെയിൻറ്റിങ് ആണ്. സ്വിച്ച് ബോർഡിൽ അവിടെ നിന്ന് നേരെ പോയാൽ കാണുന്നത് ഒരു അലമാരയാണ്.
കാണാം.